8 അവർ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് വന്ന് മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ നേരെ വന്നത് ഈ പെട്ടി തുറക്കാനാണ്. ഈ പെട്ടിയിലെന്താണെന്നല്ലേ പറഞ്ഞുതരാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ള വീഡിയോസ് ഞാൻ കാണുന്നത്. പണ്ട് ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ കൗതുകത്തോടെയും വളരെ ദൈവികമായിട്ടൊക്കെ കണ്ടിരുന്ന നെറ്റിപ്പട്ടം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കുറച്ച് കൂടുതൽ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി. കുറച്ച് മെനക്കെട്ടാലും ഇതൊന്ന് ചെയ്തെടുക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വരികയും ആ സമയത്താണ് ഹസ്ബൻഡ് നാട്ടിൽ പോകുന്നതും അവളോട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ഓർഡർ ചെയ്താൽ ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ വെയിറ്റ് നോക്കണം, പിന്നെ ഇതൊക്കെ പൊട്ടാതെ ഇവിടെ എത്തിക്കണം, അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. എന്നാലും എൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വിനിലേട്ടൻ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നു. നെറ്റിപ്പട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹം ഒരു വശത്ത് നൈറ്റ് ഷിഫ്റ്റിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടായിരിക്കും വിനിലേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അതിനിടയിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ എല്ലാവരും അവരവർക്ക് പറ്റുന്ന പോലെ എന്നെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും എഴുതാനും വരയ്ക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹവും ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി എത്രത്തോളം ഉറക്കളിക്കാനോ അല്ലെങ്കിൽ ഫുഡും വെള്ളവും വേണ്ടാതെ ഇരിക്കാനോ എനിക്ക് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ജോലി തിരക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡാവും ഒക്കെ ശരിയാണ്. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഇന്നും മാറ്റമൊന്നുമില്ല. പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പിന്നെന്താ വേണ്ടത്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ആളാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ എന്നെക്കാൾ കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് വിനിലേട്ടനാണ്. ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത്, ഞങ്ങൾ പുതിയ വീട് വാങ്ങിക്കഴിയുമ്പോൾ അവിടെ നമുക്കിത് നമ്മൾ കയറി വരുന്ന ആ റൂമിൽ വെക്കണം, ലിവിങ് റൂമിൽ നമുക്ക് പ്ലേസ് ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോഴേ ഉണ്ടാക്കി വെക്കാം. ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും നമുക്കൊരു വീട് മേടിക്കണം എന്നുള്ള പ്ലാനും കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നെങ്കിലും അത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അപ്പം നമുക്കിതവിടെ വെക്കാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. ആദ്യത്തെ ആ ഒരു പോർഷൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മാസം ബ്രേക്ക് എടുത്തു. കാരണം ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ പോയി. അതിനിടയിൽ ഞങ്ങളൊരു വീട് വാങ്ങി. അങ്ങനെ വിഷു വന്നു. എന്നാൽ വിഷുവിന് കണി കാണുന്ന കൂടെ ഞങ്ങളുടെ നെറ്റിപ്പട്ടം കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. യൂട്യൂബ് വീഡിയോസിൻ്റെ മാത്രം ഹെൽപ്പോടുകൂടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിലിടണം, മറക്കരുത്. അപ്പോൾ താങ്ക് യു.